ഞങ്ങൾക്കൊരു ആൺതുണയായി അവൻ മാത്രമേ ഉള്ളൂ. അറിവില്ലായ്മ കൊണ്ട് അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. മുതലാളി എന്റെ മോനെ രക്ഷിക്കണം. നോക്കട്ടെ, മാലയുടെ വരൂ. എന്താ മുതലാളി? ചോദ്യം ചെയ്യാനായി പോലീസുകാർ വിളിപ്പിക്കും. ജെയിംസിനെതിരായി നീ ഒന്നും പറയരുത്. അത് എന്താ? ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം മുതലാളിയാ. മുതലാളി പറയുന്നത് പോലെ ചെയ്തോളാവേ. മുതലാളി, അണ്ണൻ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന എന്റെ പേടി. ഒരു കുഴപ്പവും വരത്തില്ല. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം എന്നെയാ ചോദ്യം ചെയ്തത്. സർക്കിൾ അധികം പഠിച്ച പണി 18 നോക്കി കൊച്ചു മുതലാളിക്കെതിരായി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാം. തല്ലി കൊന്നാലും ശരി, എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയാലും അദ്ദേഹത്തിന് മനസ്സിലായി. മുന്നിയുടെ പെങ്ങള് എന്റെ കുഞ്ഞിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്നാ എന്റെ പേടി. ആരെന്ത് പറഞ്ഞാലും ശരി, കൊച്ചു മുതലാളിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ PP സാറിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരും. ആരേ PP സാറ്? അയ്യോ, അറിയത്തില്ലേ? PP എന്ന് പറഞ്ഞ പരിഹാരം പത്രോസ്. ഈ മൂന്നാറിലെ ഏറ്റവും വലിയ യൂണിയൻ നേതാവാ. നമസ്കാരം. ഇതാ PP സാർ. സാറിന്റെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഏതുവരെയായി? ജെയിംസിനെ കൊണ്ട് അവന്റെ അപ്പൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ഓ, പേടിക്കാനൊന്നുമില്ല. സർക്കിള് നമ്മുടെ കൊച്ചന, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അതിനിച്ചിരി ചെലവ് വരും. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ലല്ലോ. ആര് പറഞ്ഞു? കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മേടിച്ചോളും. ആട്ടെ, എന്തു കൊടുക്കേണ്ടി വരും? എല്ലാം കൂടെ ഒരു 10,000 രൂപ വേണ്ടി വരും. അത്രേ ഉള്ളൂ? അത് ഞാൻ തരാം. അത് മുതലാളിയോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ കൊച്ചമ്മേ? മുതലാളിയോട് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വാസു. PP സാറേ, രൂപ ഞാൻ തരാം. നീയും ജെയിംസും തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? അല്ലേ? പിന്നെന്തിനാ അയാൾ നിന്റെ കൈക്കേറി പിടിച്ചത്? എനിക്ക് അറിഞ്ഞൂടായേ. മാത്തച്ഛനെ മകനെ വിളിക്കൂ. മാത്തച്ഛനോട് ഇരിക്കട്ടെ, ജെയിംസിനെ മാത്രം വിളിച്ചാൽ മതി. ശരി, നടന്നു എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞോണം. മിസ്റ്റർ ജെയിംസ്, ഈ പെണ്ണിനെ നിങ്ങൾ അറിയുമോ? തോട്ടത്തിൽ വെച്ച് ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എടീ, ജെയിംസിനെ മുന്നിൽ തരുന്നത് നീ കണ്ടോ? കണ്ടോന്നോ? കണ്ടു. എന്തിനാണ് ജെയിംസിനെ തല്ലി? എന്റെ തത്തയെ പിടിച്ചതിന്. തത്തയെ പിടിച്ചതിന് മാത്രമാണോ തല്ലിയത്? പിന്നെ എന്നോട് അനാവശ്യം പറഞ്ഞു. ഇവൾ പറഞ്ഞത് ശരിയാണോ? കള്ളമ്മ പറഞ്ഞത്. എടീ, അടികൊണ്ട് വീണ ജെയിംസിന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി മുന്നേയാളെ വെടിവെക്കുന്നത് നീ കണ്ടില്ലേ? കൊച്ചു മുതലാളി ആദ്യം വെടിവെച്ചത്. Is it correct? Tell me. Yes, sir. ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പച്ചനോട് വരാൻ പറയും. നിന്റെ അച്ഛനും മുതലാളിയും കൂടെ മുന്നിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി സർവ്വ കെട്ടുകളും കിട്ടുന്നുണ്ട്. പക്ഷെ അവനെ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ സംഗതി കൊഴി. യൂണിയൻകാരിടപെട്ടാൽ മുന്നേറ്റനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലേ? വല്ല അടിപിടി കേസായിരുന്നെങ്കിൽ കയ്യോടെ അവരെ പൊക്കിക്കൊണ്ട് വരായിരുന്നു. ഇത് കൊലക്കേസല്ലയോ? പിന്നിപ്പോ എന്ത് ചെയ്യും? ഇവിടുത്തെ മജിസ്ട്രേറ്റ് എനിക്ക് പരിചയമുള്ള ആളാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ വിചാരിച്ചാലേ വല്ലതും നടക്കും. എന്നാ ഞാനൊന്ന് പോയി കണ്ട് സങ്കടം പറയാൻ ചേട്ടാ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പിന്നെ അവർക്ക് കാശ് കൊടുക്കണം. നിനക്ക് എങ്ങനെങ്കിലും 1000 രൂപ സംഘടിപ്പിക്കാമോ? നാളെ രാവിലെ മുന്നേ ഞാൻ ജാമ്യത്തിലിറങ്ങാം. ആരും അറിയണ്ട. ഇത് വിറ്റ് കാര്യം നടത്തിയട്ടെ. പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിച്ചോണ്ട് വരാം.
എവിടുന്ന ഇത്രയും രൂപ? മുഞ്ഞി കുത്തിക്കൊന്ന പാപ്പന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ക്ഷേമനിധി പിരിക്കുന്നുണ്ട്. അതാ. ആ പണം നേതാവ് കുടിക്കാൻ ചെലവാക്കിയാലോ? എടി, ഈ പിരിവെന്നൊക്കെ പറഞ്ഞ കുറെ അധ്വാനമുള്ള പണിയാ. അതിനുള്ള വട്ടച്ചെലവ് കയ്യിൽ നിന്ന് എടുക്കാൻ ഒക്കുവോ? ഏതാറിയ കഥയിന് തട്ടുന്നത്? ഇന്ന് 1-ാം തീയതിയാ, വിൽപ്പനയില്ല. അയ്യോ, ഈ പാതിരാത്രി വരെ എവിടെയായിരുന്നു? ഒന്നും പറയണ്ടടി, മുന്നിൽ ജയിലിലായി. എന്റെ കർത്താവേ, ഇനി അടുത്ത കുത്ത് ആർക്കിട്ടായിരിക്കുവോ? സ്റ്റേഷൻ ഡ്യൂട്ടി എനിക്കായിരുന്നു. പക്ഷെ കാലക്കീഴിനെ താറാവുകാരനെ ഏൽപ്പിച്ച് ഞാൻ പുറത്തുപോയി. ആ തക്കത്തിൽ അവൻ ചാടിക്കളഞ്ഞു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നാളെ കടലാസ് വരുമ്പോ അറിയണം, അകത്തോ പുറത്തോ. താൻ പേടിക്കണ്ടാടൂ. പോലീസ് വകുപ്പ് മന്ത്രി നമ്മുടെ സ്വന്തം ആളാ. നേരോ? ഞങ്ങൾ ഒന്നിച്ച് മണ്ണ് വാരി കളിച്ച് വളർന്നതല്ലേ. ചെല്ലമ്മേ, ഒരു 500 രൂപ ഇങ്ങോട്ട്. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് പോയി പ്രശ്നം പരിഹരിച്ചിട്ട് വരാം. സംഗതി നടക്കുവോ? ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ചെല്ലമ്മേ, രൂപാവൂ. ആ, ഇന്ന് ഏത് എരപ്പാളിയാണ് കളി കണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. ഭഗവാനെ, നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോടാ? പോലീസുകാരുടെ കൈക്കിട്ട് അവർ നിന്നെ ഇടിച്ചു കൊല്ലും. നീ എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കുമോനെ. ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് അമ്മേ വന്നത്. ജീപ്പിന്റെ ഒച്ച കേൾക്കുന്നു. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. അയ്യോ, അയ്യോ, ഇതെന്നാ കൊണ്ടാ മനുഷ്യനെ? എന്താടി എന്താടി? എന്താണെന്നോ? നിങ്ങൾ എന്തിനാ എന്നെ തോൽച്ചത്? ഞാൻ നിന്നെ തൊഴിച്ചു. പിന്നല്ലാതെ. അയ്യോ, ഞാൻ ആ മുന്നിൽ പിടിച്ചത് സ്വപ്നം കണ്ടി അവളിട്ട് തൊഴിച്ചതാ. കൊള്ള ചാരായം എല്ലാം കേറ്റപ്പോഴും ഞാൻ പറഞ്ഞതാ. പുറത്ത് കിടക്കും. അയ്യോ, പുറത്ത് വലിയ തണുപ്പാ. എന്റെ പൊന്നല്ലേ, ഒന്നും തിരുമ്മി തരാം. അവിടെയല്ല, പിന്നെ ഇവിടെ. രാധേ, അയ്യോ, എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ. ആരെങ്കിലും കണ്ടാലോ? നീ പേടിക്കണ്ട, ആരും എന്നെ പിടിക്കില്ല. പോലീസിൽ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ? ഒറ്റിക്കൊടുത്താൽ ഒറ്റക്കുത്തില് ഞാൻ അവനെയും കൊല്ലും. അപ്പോ ഇനി ഈ കയ്യിൽ ചോര പുരട്ടാനാണോ തീരുമാനം? കുട്ടിക്കാലം മുതൽ നിനക്കറിയാവുന്ന കൈയാണ്. ഈ കൈ കൊണ്ട് ഞാനൊരു എറുമ്പിനെ പോലും അന്ന് വരെ കൊന്നിട്ടില്ല. അവരാണ് എന്നെ കൊലയാളിയാക്കിയത്. ഇവിടെ ഉള്ളവരെല്ലാം പട്ടികളാണ് രാധേ. മുതലാളിയുടെ എച്ചിലിന് വേണ്ടി വാലാട്ടുന്ന പട്ടികൾ. എന്താ ഇത്? ഒന്ന് പതുക്കെ പറയൂ. ആരെങ്കിലും കേട്ടാൽ? എനിക്കാരെയും പേടിയില്ലടി. എനിക്ക് പേടിയുണ്ട്. നമുക്ക് ആ പാറയുടെ മറവിൽ പോയിരുന്ന് സംസാരിക്കാം. വരൂ. ഗോവിന്ദൻ നായർ വളരെ കാലമായി എന്റെ കൂടെ നിൽക്കുക. അയാൾക്ക് ആ മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാധയ്ക്ക് വേണ്ടി ഒരു ചെറിയ വീടും പറമ്പും ഞാൻ വാങ്ങിക്കൊടുക്കും. കല്യാണ ചെലവും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. എന്താ നിന്റെ അഭിപ്രായം? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. എന്നാ നീ പോയിക്കോ. ആ, എന്തിനാ പെണ്ണിന് വേറെ പുതിയ വീടും പറമ്പും വാങ്ങിച്ചു കൊടുക്കുന്നത്? ഇവിടെ സൗകര്യമുണ്ടല്ലോ, അവളെ കൂടെ ഇവിടെ താമസിപ്പിക്കാം. ആ പാവപ്പെട്ട വാസുവിനെ കൊണ്ട് എന്തിനാ വിഴുപ്പ് ചോദിപ്പിക്കുന്നത്? നേരിട്ട് എന്ന് വിളിച്ചോണ്ട് വന്നാ മതിയല്ലോ. ഓഹോ, ഞാനായിരിക്കാം ശല്യം. എനിക്കൊരല്പം വിഷം വാങ്ങിച്ചു തന്നാ മതി, ശല്യം അതോടെ തീരും. നാട് വിട്ടു പോകണമെന്നാണ് ചേട്ടന്റെ തീരുമാനമെങ്കിൽ ഞാൻ അതിനും ഒരുക്കമാണ്.
പക്ഷേ പോലീസിന്റെ കയ്യിലകപ്പെട്ടാൽ നമുക്ക് അകലെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ജീവിക്കാം. എന്നെ കാണാത്തത് കൊണ്ട് ഇപ്പൊ തന്നെ അച്ഛൻ വെപ്രാളം പിടിച്ച് ഓടുകയായിരിക്കും. ഇനി അക്കാര്യം ഒന്നും ചിന്തിക്കണ്ട. വെള്ള കീറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. ഈ രാത്രിയിൽ തണുപ്പത്ത് ഇവരെങ്ങനെ കഴിയും? ഈ തീയേക്കാൾ ചൂട് ഇപ്പോഴെന്റെ മാറുന്നുണ്ട്. നിനക്കിവിടെ തല കഴിക്കാം. ചേട്ടാ ചേട്ടാ എഴുന്നേക്കൂ. അയ്യോ, നേരെ ഇത്രേ ഞാൻ ഉറങ്ങിപ്പോയി. വരൂ, നമുക്ക് പോവാം. Thank you.